കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡുകൾ തകർന്നു. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും വീടുകൾ അപകടാവസ്ഥയിലാവുകയും ചെയ്തു. കട്ടപ്പന മേഖലയിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. കട്ടപ്പന, ഇടുക്കി മേഖലകളിൽ നാശനഷ്ടങ്ങളുണ്ടായി. അഞ്ചുരുളി റോഡിൽ ഭാസി വളവിന് സമീപം മണ്ണിടിച്ചിലിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. രാത്രി 11:30 ഉരുൾപൊട്ടലിന് സമാനമായി മണ്ണിടിഞ്ഞ് വീണത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. പതിപ്പള്ളിയിൽ ബിനോയുടെ വീടിന് എതിർവശത്തുണ്ടായിരുന്ന മൺഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. വീടിന് സമീപത്തുകൂടി കൃഷിയിടത്തിലേക്ക് ഇടിഞ്ഞു വന്ന മണ്ണ് ഒലിച്ചുപോയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി ഒരു 11 കൂടി റോഡിൻ്റെ മണ്ടയിൽ ഇടിഞ്ഞു വീഴുകയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് റോഡിൻ്റെ സൈഡ് അടിയിലോട്ട് ഇടിഞ്ഞു വീഴുകയും ഏലകൃഷിയൊക്കെ നശിക്കുകയും ചെയ്തു. 10 ഏലത്തിന് മണ്ട പോയി. മണ്ണ് വീണ ഇനി ഉപയോഗശൂന്യമായി. ഭൂമി മണ്ണും കല്ലും കൂടെ വീണ ഉപയോഗശൂന്യമായി. മണ്ണെല്ലാം ഊർന്ന് പോയി, എല്ലാം പ്രശ്നമായി. മണ്ണിടിഞ്ഞതോടെ അഞ്ചുരുളി കക്കാട്ടുകട റോഡിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു. മണ്ണിടിഞ്ഞതിന് മറുവശത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യവുമുണ്ടായി. കാഞ്ചിയാർ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. രാവിലെ 11 മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ പാതയിൽ വിവിധയിടങ്ങളിൽ ഉറവകൾ ശക്തമായതും നീർച്ചാലുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതും കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ്. വീടുകളോടൊക്കെ ചേർന്നും ഒക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയാറൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കണം. അതുപോലെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന അഞ്ചുരുളി റോഡിലെ മണ്ണ് നീക്കി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ഈ റൂട്ടിലേക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ്. മഴ ശക്തമാകുന്നതോടെ മേഖലയിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ മണ്ണിടിഞ്ഞതിന്റെ സമീപത്തായി മുൻപും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴയിൽ പ്രകാശ് ഉപ്പുതോട് റോഡിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി ഫയർഫോഴ്സ് സംഘമെത്തി മണ്ണ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കിളിയാർ കണ്ടത്തിന് സമീപത്താണ് മൺതിട്ട ഇടിഞ്ഞ റോഡിൽ പതിച്ചത്. മണ്ണിനൊപ്പം വലിയ മരങ്ങളും റോഡിൽ പതിച്ചു. സമീപത്തുകൂടി പോയിരുന്ന 11 kV ലൈനിന് മുകളിലേക്ക് മരങ്ങൾ പതിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണ് വൈദ്യുതി തകരാറിലാവുകയും ചെയ്തു. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ സമാന്തര പാതയായ കീരിത്തോട് പഴയരിക്കണ്ട റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കട്ടപ്പന നിർമ്മല സിറ്റിക്ക് സമീപത്ത് പാർട്ടിപ്പടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. പ്രദേശത്തെ 3ഓളം വീടുകൾ അപകടാവസ്ഥയിലാണ്. സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. മണ്ണിടിഞ്ഞതിന് മുകൾ ഭാഗത്തായി 3ഓളം വീടുകളുണ്ട്. മണ്ണിടിഞ്ഞതോടെ ഈ വീടുകൾ എല്ലാം തന്നെ ഭീഷണിയിലാണ്. ഇപ്പം ഞങ്ങൾക്ക് കയറി പോയും പോകാൻ മേലാത്തോളം വിധമായി കിടക്കുവാണ്. ഞങ്ങൾക്ക് ഒരുവിധം മേല മൊത്തത്തിൽ എല്ലാവരും ഇടിയുവാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടും ഞാനും ഇവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. എനിക്ക് ഭർത്താവില്ല, ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇവിടെ മാറി താമസിക്കാൻ പറഞ്ഞ് ഞാൻ കുറേ നാൾ മാറി താമസിച്ച് വന്നും പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ഇടിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു. ഇതുപോലെ ഇപ്പോൾ കയറി പോലും പോകാൻ മേലാത്തറ കിടക്കുവാണ്. അതിനെന്താണ് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഏതാനും വർഷങ്ങളായി സ്ഥിരമായി ഇവിടെ മണ്ണിടിയുന്നുണ്ട്. അന്നു മുതൽ ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെ ആശങ്കയോടെയാണ് മേഖലയിലുള്ളവർ കഴിയുന്നത്. താഴോട്ട് പോയാൽ ഞങ്ങൾക്ക് ഇനി വഴിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ വീട് അവിടെ മിറ്റം വരെ അങ്ങനെ ചുണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വീടിന് പോലും ഒരു സുരക്ഷയില്ലാതെ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ ലൈഫിന് പെര വെച്ചു, ഞങ്ങൾക്കൊരു പെര പോലും ഇതുവരെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംരക്ഷണമായിട്ട് ഒരു കിട്ടി തരുമോ, എന്തെങ്കിലും ചെയ്തേ പറ്റുമോ. മുമ്പ് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മുമ്പ് ഇടിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇത് ഇനി ബാക്കി ഇവിടെ കൂടെ ഇടിയാൻ ഇങ്ങനെ ഇരിക്കുക. സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. രാവിലെ 9 മണിയോടെ ഭാഗികമായി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും മണ്ണ് നീക്കം ചെയ്യാത്തത് പ്രതിഷേധത്തിന് കാരണമായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് ബന്ധവും പലയിടങ്ങളിൽ തടസ്സപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന, മുരിക്കാശ്ശേരി, ഇടുക്കി.